ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ക്രോസ് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കമ്മ വീഡിയോയിലേക്ക് പോകാം. അപ്പം ലൈനിങ് പീസിലാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ലൈനിങ് ബ്ലൗസ് ആണ്. അപ്പം 36 ഇഞ്ചാണ് ഈ ബ്ലൗസിന്റെ അളവ്, ചെസ്റ്റ് അളവ് വന്നിരിക്കുന്നത്. ഇത് രണ്ടായിട്ട് മടക്കിയാണ് ഇടുന്നത്. ഇത് ബാക്ക് പീസ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഞാൻ മുമ്പുള്ള വീഡിയോയിലെല്ലാം ബാക്കും ഫ്രണ്ടും കൂടെ ഒരുപോലുള്ള കട്ടിങ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രണ്ട് ക്രോസ് ഇട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് ബാക്ക് പീസ് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത്. നമുക്ക് അളവെടുക്കാം. ഇപ്പം 11.5 നമുക്ക് വേണ്ട അളവ്. 11.5 വന്നതെന്ന് വെച്ചാല് 36ന്റെ 4 9 വരുന്നത്. 9ന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി എടുത്തിട്ട് ശേഷം 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുമ്പോഴാണ് 11.5 നമുക്ക് കിട്ടുന്നത്. അപ്പൊ 11.5 എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെസ്റ്റ് അളവിന്റെ കൂടെ ചെസ്റ്റ് അളവ് എത്രയാണ് കിട്ടുന്നത് അതിന്റെ 4 എടുത്തതിന് ശേഷം അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. ഇത്രയാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്നിട്ട് ഇവിടുന്ന് ലെങ്ത് മുകളിലോട്ട് എടുക്കണം. 14 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കുറച്ച് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അപ്പൊ 14 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1/2 ഇഞ്ച് ചേർത്ത് 14.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ട്രെയിറ്റിന് വേണ്ടി. പിന്നീട് നമുക്ക് ഇവിടെ നെക്ക് വിട്ട് വേണം. നെക്ക് വിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ 36ന്റെ വരുമ്പോൾ നെക്ക് വിട്ട് 2 ആണ് വേണ്ടത്. പിന്നെ ഓരോരുത്തർക്കും ചിലപ്പം ഈ നെക്കിനും വീതി ഉള്ളവരുണ്ട്, വിരിവ് ഉള്ളവരുണ്ട്. അപ്പം വൈഡായിട്ട് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് 2.25 2.5 കൊടുക്കാം. ഞാൻ അതിന്റെ ഷാർപ്പ് ഓരോ സൈസ് അനുസരിച്ചുള്ള ഷാർപ്പ് ഞാൻ മുമ്പിലത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ നോക്കാം. പിന്നീട് ഫ്രണ്ട് നെക്കിന്റെ ബാക്ക് നെക്കിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഞാൻ ഇപ്പൊ ബാക്കിന്റെ നെക്കാണ്. നെക്ക് വിട്ട് 2 മാർക്ക് ചെയ്തു. അതിനുശേഷം നെക്ക് വിട്ട് എടുത്ത ഭാഗത്ത് നിന്ന് 3 മാർക്ക് ചെയ്തു. 3 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാല് നെക്കിന്റെ ലെങ്ത് ആണ് 7 ഇഞ്ച് നെക്കിന്റെ ലെങ്ത്. അപ്പൊ 7.25 കൊടുക്കണം. പിന്നെ ഇവിടുന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നീട് ഇങ്ങനെ കർവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തു. ഇനി ആം ഹോൾ ആണ് വേണ്ടത്. ആം ഹോൾ 5.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തതിനു ശേഷം ഇതിന്റെ സെൻട്രൽ നിന്ന് നമ്മുടെ ഷേപ്പിലോട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് കിട്ടിയിരിക്കുന്ന ചെസ്റ്റിന്റെ അളവെന്ന് പറയുന്നത് 9 ആയിരുന്നല്ലോ. ആ 9ൽ നിന്ന് 9.5 നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ട അളവ്. അപ്പൊ ഇവിടെ 9.5 മാർക്ക് ചെയ്തു. ആം ഹോളിന്റെ ആ പോർഷനിലാണ് ചെസ്റ്റിന്റെ അളവ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നീട് 33 ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വേസ്റ്റിന്റെ അളവ്. അതിന്റെ 4 8.25 കിട്ടുന്നത്. അപ്പൊ 8.25 നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ഇവിടെ 8.25 കൊടുക്കണം. അതായത് ഇവിടെ നമ്മൾ സെന്ററിൽ ഒരു ഡാട്ട് വരുമല്ലോ. അപ്പൊ അതിനു വേണ്ടി 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പൊ 8.25 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. അതിന്റെ പകുതി നമ്മൾ ഡാട്ട് എടുക്കേണ്ടത്. അപ്പൊ മുകളിലോട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നീട് വരയ്ക്കാം. പിന്നീട് ഇവിടെ നിന്ന് നമുക്ക് സീം അലവൻസ് 2 ഇഞ്ച് കൊടുക്കാം. ഇങ്ങോട്ടും 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത്രയാണ് ബാക്ക് പീസ് കട്ട് ചെയ്യുന്നതിന് ചെയ്യേണ്ടത്.
ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. നമുക്ക് ഫ്രണ്ട് പീസിന് ഇതുപോലെ ക്രോസ് ഇടണം. ക്രോസ് ആണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ക്രോസ് ഇട്ടതിന് ശേഷം, മറ്റേത് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റിലാണല്ലോ എടുത്തത്, ഇങ്ങനെ സ്ട്രെയിറ്റിൽ എടുത്തു. ഇതിപ്പോ ചെയ്യേണ്ടത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ക്രോസിലിടണം. അപ്പൊ നമുക്ക് ഇങ്ങനെ വലിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ക്രോസിലാണ് ഇടേണ്ടത്. ഫ്രണ്ട് ആം ഹോൾ കിട്ടുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്രോസിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ബ്രസ്റ്റ് പോയിന്റ് ആണ് നോക്കേണ്ടത്. അതായത് ഈ പോർഷനിൽ നിന്ന് താഴോട്ട് നമുക്ക് ബ്രസ്റ്റ് പോയിന്റ് എവിടെ വരെയാണ് കിട്ടുന്നത് നോക്കണം. അതായത് 11 ബ്രസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത്. പക്ഷെ 1/2 ഇഞ്ച് നമുക്ക് ഇവിടെ തയ്യൽ തുമ്പിന് പോകുന്നതിന് 1/2 ഇഞ്ച് കൊടുക്കാം. അപ്പം 1/2 ഇഞ്ച് കൂട്ടി 11.5 മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് നമുക്ക് 6 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഫ്രണ്ട് പീസിന്റെ ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നീട് ബാക്ക് പീസിനെടുത്ത നെക്ക് വിട്ട് തന്നെയാണ് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്തിരിക്കുന്നത്. 2 ഇഞ്ചാണ്. പിന്നീട് നമുക്ക് 3 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് പീസിന് ഫ്രണ്ട് നെക്ക് 7 ബാക്കിലെ പീസിന്റെ ആ അളവ് തന്നെയാണ്. അപ്പൊ 7.25 മാർക്ക് ചെയ്തു. 2.5 വിട്ട് മാർക്ക് ചെയ്തു. അങ്ങനെ കർവ് വരച്ചിട്ടുണ്ട്. ആം ഹോള് 5.5 മാർക്ക് ചെയ്യാം. പിന്നീട് ആം ഹോള് ഫ്രണ്ടിന്റെ കൊടുക്കേണ്ടത് ഇതുപോലെ 1/4 ഇഞ്ചില് ഇങ്ങനെ വന്ന് 1/2 ഇഞ്ച് ഇവിടുന്ന് 1/2 ഇഞ്ചാണ് ഇങ്ങോട്ട് വരേണ്ടത്. പിന്നീട് നമുക്ക് ആ ഷേപ്പ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്തിരുന്നാൽ മതി. പിന്നീട് ചെസ്റ്റ് 11.5 കൊടുക്കുന്നത്. നമുക്ക് ബാക്ക് പീസ് കൊടുത്ത് ആ അളവ് തന്നെയാണ് ഫ്രണ്ട് പീസിൽ കൊടുക്കുന്ന അളവ്. അതായത് 9ന്റെ 4/1 36ന്റെ 4/1 9 വന്നു. 9ന്റെ കൂടെ 1/2 ഇഞ്ച് ചേർത്തതിന് ശേഷം കൂട്ടിയതിന് ശേഷം പിന്നെ 2 ഇഞ്ച് സീം എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഫ്രണ്ട് പീസിൽ 4 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാം. മുകളിലോട്ടും 4 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നീട് 3 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തു. എട്ടേ 3/4 താഴെ വന്നിരിക്കുന്ന അളവ്. പിന്നെ 2 ഇഞ്ച് സീം അലവൻസ്. ഒമ്പതര ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടുന്ന് 4 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യാം. ഒന്നുകൂടെ പറയാം, ഇവിടെ മുകളിലോട്ട് 4 ഇഞ്ച്. നമുക്ക് ഇവിടെ ബ്രസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത് 11.5 ആണല്ലോ. ആ 11.5 നമ്മൾ താഴോട്ട് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരുന്നത്. ഈ 6 ഇഞ്ച് നമ്മുടെ എൻഡ് പോർഷൻ ആണ്. പിന്നീട് ഈ എൻഡ് പോർഷനിൽ നിന്ന് മുകളിലോട്ട് 4 ഇഞ്ച് എടുത്തു. ഈ പോർഷനിൽ നിന്ന് ഇങ്ങോട്ടും 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ ഷേപ്പിനുള്ള പോർഷൻ ആണ്. അവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് 3 എടുത്തല്ലോ. ആ പോർഷനിൽ നിന്ന് ഈ പോർഷനിൽ നിന്ന് മുകളിലോട്ട് 3 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. പിന്നീട് ഇങ്ങോട്ട് 1.5യും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5യാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് മുകളിലോട്ട് എടുത്തതിന് ശേഷം
2 ഇഞ്ച് ഇങ്ങോട്ട് ഡാട്ട് വരയ്ക്കാം. അതേപോലെ തന്നെ ഈ പോർഷനിൽ നിന്ന് ഈ കോൺ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇതിന്റെ നേരെ പിടിച്ചതിന് ശേഷം ഇവിടെ നിന്ന് 2 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടതിന് ശേഷം ഇങ്ങോട്ടും ഡാട്ട് വരയ്ക്കാം. 2 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തു. ഇത്രയാണ് ഫ്രണ്ട് പീസിന്റെ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത്. നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് താഴെ വെച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇത്രയാണ് ക്രോസ് കട്ടിങ്. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഞാനിപ്പോ ഒരു സ്ലീവ് മാത്രം കട്ട് ചെയ്യുന്നതിന്റെയാണ് പീസ് എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഇതാണ് ലെങ്ത്. ഇവിടെ നമുക്ക് ഇവിടെ ആം ഹോളിന്റെ കർവ് പോകേണ്ടതാണ്. ഈ പോർഷനിൽ ഇവിടെ ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. ഈ പോർഷനിൽ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് നമുക്ക് അതിന്റെ കർവിന്റെ എടുക്കേണ്ടത് 36ന്റെ 4/1 9 ആണല്ലോ വരുന്നത്. അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 9.5 മാർക്ക് ചെയ്തു. ആ 9.5യിൽ നിന്ന് താഴോട്ട് 3.5 മാർക്ക് ചെയ്യുന്നത്. 3.5 മാർക്ക് ചെയ്തു. പിന്നീട് ഇതിന്റെ സെൻട്രൽ നിന്ന് താഴോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. പിന്നീട് വേണ്ടത് ഇവിടുത്തെ അളവാണ്. ഇവിടെ 5.25 11.5 വന്നിരിക്കുന്നത്. അതിന്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഈ 2 ഇഞ്ച് വന്ന പോർഷനിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ട് 1 ഇഞ്ച് എടുത്തല്ലോ, ആ പോർഷനിൽ നിന്ന് നമ്മൾ 3.5യിലേക്കാണ് പോകുന്നത്. ഇവിടെ 3.5 എടുത്തല്ലോ, 9.5 വന്ന പോർഷനിൽ നിന്ന് താഴോട്ട് 3.5 എടുത്തല്ലോ, ആ പോർഷനിൽ മാർക്ക് ചെയ്യണം. പിന്നീട് ഇവിടെ നമ്മൾ 5.25 എടുത്തതിന്റെ പോർഷനിൽ നിന്ന് 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം. ഇത്രയാണ് സ്ലീവിന്റെ കട്ടിങ്. മനസ്സിലായല്ലോ? ആദ്യമേ ലെങ്ത് മാർക്ക് ചെയ്യുക. ലെങ്ത് മാർക്ക് ചെയ്തതിനു ശേഷം 2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. പിന്നീട് ഇവിടെ 9.5 വന്നു. 9.5യിൽ നിന്ന് 3.5 എടുത്തു. പിന്നീട് ഇവിടെ നിന്ന് നമ്മൾ 5.25 റൗണ്ട് എടുത്തു. സ്ലീവിന്റെ റൗണ്ട് എടുത്തു. 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. ഫസ്റ്റ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.